നമസ്കാരം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ യു പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് നടത്തിയ ഒരു സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ചർച്ചാ വിഷയം. സ്ത്രീവിരുദ്ധ പരാമർശം, പുരുഷവിരുദ്ധ പരാമർശം എന്ന ഒന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അഭിമാനം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇർഷാദിനെ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വലിയ വിവാദമായതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു. പ്രതിഭ ഇലക്ഷൻ കമ്മീഷന് ഇർഷാദിനെതിരെ പരാതി നൽകി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി ഇർഷാദിനെതിരെ കേസെടുക്കാൻ. പോലീസ് ഇർഷാദിനെതിരെ കേസെടുക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർത്തും ഇർഷാദ് പറഞ്ഞ ആ ഒരു പരാമർശം തീർത്തും തെറ്റ് തന്നെയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതൊരു സ്ത്രീയെക്കുറിച്ചായിരുന്നാലും അതൊരു പുരുഷനെക്കുറിച്ചായിരുന്നാലും പൊതുവേദിയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇർഷാദ് പറഞ്ഞത്. ഇർഷാദിൻ്റെ പരാമർശം വൈറലായതോടുകൂടി പ്രതിഭ വലിയ രീതിയിലൊക്കെ പൊട്ടിക്കരഞ്ഞു. അതൊക്കെ പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് അവരുടെ അഭിനയമാണെന്നാണ്. കാരണം കുറച്ച് കരഞ്ഞു, പിന്നെ അതിനുശേഷം അവർ ഇപ്പുറത്തോട്ട് മാറി നിന്ന് ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അവർക്ക് വിഷമമുണ്ടായി കാണാം. എന്തായാലും ഇത്തരത്തിൽ ഒരു കാര്യം പുറത്തു വന്നത് വൈറലാകുമ്പോൾ പഴയ ചില കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടി വരും. ഏകദേശം 1 വർഷം മുൻപ് പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവുമായി കുറച്ച് പയ്യന്മാരോടൊപ്പം എക്സൈസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് പ്രതിഭ അവരുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഈ പയ്യനെ കേസിൽ നിന്ന് ഒഴിവാക്കി. ഇവൻ ആ പയ്യന്മാരെ ഉപദേശിക്കാനോ മറ്റോ പോയതെന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. കമ്മികളുടെ ന്യായീകരണമൊക്കെ അങ്ങനെയായിരുന്നു. എന്തായാലും അവൻ ഉപദേശിക്കാൻ പോയാലും ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ പോയാലും അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നവരോടൊപ്പമാണ് എക്സൈസ് പിടികൂടിയത്. അപ്പോൾ ആ പയ്യനെ മാത്രം പിന്നീട് FIR നിന്ന് ഒഴിവാക്കി കൊടുത്തു. അന്ന് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇതിലെന്താണ് തെറ്റ്? എക്സൈസുകാർ അവിടെ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ MLA-യുടെ മകനാണോ മുഖ്യമന്ത്രിയുടെ മകനാണോ എന്നുള്ളതല്ല വിഷയം. അവിടെ ഉണ്ടായിരുന്നവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് വാസ്തവം. ഇനി അങ്ങനെ അല്ലെന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ ഉപദേശിക്കാനായി ചെന്ന യു പ്രതിഭയുടെ മകൻ കനിവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു, എക്സൈസ് കള്ളക്കേസിൽ കുടുക്കി എന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങൾ യഥാർത്ഥ വസ്തുത അന്ന് റിപ്പോർട്ട് ചെയ്തു. അതിന് പ്രതിഭ മറുപടി നൽകിയത് രാത്രി ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു. ആ ഫേസ്ബുക്ക് ലൈവിൽ അവർ പറഞ്ഞത്, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് ഈ പറയുന്ന പ്രതിഭ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് പറ്റിയ പണി ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്, ഇതിലും അന്തസ്സ് ആ പണിക്കുണ്ട് എന്നൊക്കെയുള്ള പരാമർശമാണ് അന്ന് ഈ പ്രതിഭ ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയത്. അതായത് വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് ശരീരം വിറ്റ് ജീവിക്കാനാണ് അവർ പറയുന്നത്. അതുപോലെ പണത്തിന് വേണ്ടി ശരീരം വിൽക്കുന്ന അത്തരം സ്ത്രീകൾക്ക് ഇവരെക്കാൾ അന്തസ്സുണ്ട് എന്നുകൂടി ഈ പ്രതിഭ പറഞ്ഞു വെച്ചു. അന്നത് വലിയ വിവാദമായിരുന്നു. പലരും പ്രതിഷേധിച്ചു. പക്ഷേ കേസൊന്നും ഉണ്ടായില്ല. കാരണം CPM MLA ആണ്. അന്ന് ഈ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷക്കാലം CPM MLA മാത്രമല്ല, അതിലും താഴേക്കിടെയുള്ള സാധാ അന്തം കമ്മികൾക്ക് പോലും പോലീസ് ജീപ്പൊക്കെ തല്ലി തകർക്കാനും പോലീസുകാരെ കൈയാറ്റം ചെയ്യാനും സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറാനും പോലുമുള്ള അവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ യു പ്രതിഭയ്ക്കെതിരെ അന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ തണുത്തു. ഇടതുപക്ഷക്കാരിയായതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മാധ്യമ സംഘടനകളൊന്നും ഇതിനെതിരെ പ്രകടനവും ഒന്നും നടത്തിയതായി പിന്നീട് കണ്ടില്ല. എന്തായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ്. അത് പ്രതിഭ മാത്രമല്ല, പല നേതാക്കളും CPM-ൻ്റെ പല നേതാക്കളും ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായിട്ടും പല രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പിണറായി വിജയൻ തന്നെ എത്രയോ വേദികളിൽ കുലം കുത്തി, നികൃഷ്ടജീവി, പരനാറി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, ചേറ്റത്തരം, ഇതൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയാണ് അയാൾ, എന്നിട്ട് പോലും അത് നടത്തിയിട്ടുണ്ട്. MM മണി വാ തുറന്നാൽ വൃത്തികേട് മാത്രം പറയുന്ന ഒരു മനുഷ്യൻ, എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞിട്ട് അത് പച്ച മനുഷ്യൻ്റെ പച്ചയായ ഭാഷ എന്ന് പറഞ്ഞ് അന്തം കമ്മികൾ ന്യായീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരെ സമൂഹ മാധ്യമങ്ങളിൽ സാധാരണ അന്തം കമ്മികളെയും സൈബർ സഹാക്കളെയും ഒക്കെ നോക്കൂ. ഓരോരുത്തരെയും വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ, അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെയാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവർക്ക് ആരെയും എന്തും പറയാം, മറ്റുള്ളവർ അവരെ പറയാൻ പാടില്ല. ഇതാണ് CPM-കാരുടെ ലൈൻ. എന്തായാലും പ്രതിഭയുടെ ആ പഴയ ദൃശ്യങ്ങൾ, അതായത് വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുന്നതാണ് അന്തസ്സ് എന്ന് പറയുന്ന പ്രതിഭയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്.
കായംകുളത്തെ പൊതുജനങ്ങൾ ഇത് കാണും. കാരണം എന്ന് വെച്ചാൽ അവിടെ എം ലിജു ആണ് UDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഈ മുസ്ലിം ലീഗ് നേതാവായ ഇർഷാദ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അത് വലിയ രീതിയിലുള്ള ഒരു സഹതാപ തരംഗമുണ്ടാക്കി പ്രതിഭയ്ക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കായംകുളത്തെ വോട്ടർമാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധിയുണ്ട്. അവർ തന്നെ തീരുമാനിക്കും ഇതിൽ ശരിയേതാണ് തെറ്റേതാണ്, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്.